എങ്ങോട്ടേക്കാ രണ്ടുപേരും രാവിലെ തന്നെ ചെടിയും കൊണ്ടുപോകുന്നേ? സ്കൂളിൽ വരുമ്പോ ടീച്ചർ ഒരു ചെടി കൊണ്ടുവരാൻ പറഞ്ഞു. ഓ, ഇന്നാണല്ലേ പരിസ്ഥിതി ദിനം? അതെ അതെ. എന്നാ ശരി ലക്ഷ്മി ഏട്ടത്തി, ഇപ്പം തന്നെ വൈകി. വാ മോളെ. ഗുഡ് മോർണിംഗ് മക്കളെല്ലാവരും ഇരിക്കേ. അതെ, അപ്പം എല്ലാ മക്കളും ചെടിയെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? എന്നാൽ നമുക്ക് അസംബ്ലിയിലേക്ക് പോവാം. എല്ലാവരും വാ, എൻ്റെ പിന്നാലെ വന്നു. അപ്പോൾ നമ്മളിപ്പോൾ ചെടിയെല്ലാം നട്ട് ആണല്ലോ വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിൽ. അപ്പോൾ ആ ചെടികളെല്ലാം അവസ്ഥ എന്തായിട്ടുണ്ട്? അതൊക്കെ വളർന്നിട്ടുണ്ടോ? വളർന്നിട്ടുണ്ടെങ്കിൽ വളർന്നിട്ടുള്ള മക്കൾ ഒന്ന് കൈപൊതിച്ച് നോക്കട്ടെ ആരൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഇനിയും ധാരാളം ആളുകളെ ചെടി വളരാതെ ഉണ്ടല്ലേ? അതെന്തായിരിക്കും അത് പറ്റിയിട്ടുണ്ടാവുക? നമ്മളെ ശ്രദ്ധക്കുറവായിരിക്കുമോ? ആയിരിക്കാനല്ലേ സാധ്യത. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചെടി നട്ട് കഴിഞ്ഞാൽ അതിനെ പരിപാലിക്കേണ്ടത് നമ്മുടെ ഒരു ബാധ്യതയാണ്. അതിന് വേണ്ട സമയത്ത് വളമിട്ട് കൊടുക്കുക, അതേപോലെ വേണ്ട സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്ത് അതിനെ നിരന്തരം പരിപാലിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് അതൊരു വലിയ വടവൃക്ഷമായി മാറുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും കൈയുയർത്തുന്ന ഒരു രീതിയിലേക്ക് എത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയായിരിക്കണം മക്കളെ നമ്മളുടെ പരിശ്രമം. ഒരു തൈ നടാം നമുക്കമ്മയ്ക്ക് വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു